അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കാസർഗോഡ് ടൗണിലുള്ള മുനിസിപ്പാലിറ്റി ഹാളിന്റെ മുമ്പില് രണ്ടിത്തന്മാരെ ഒരു കച്ചവടമാണ്. ഞാൻ ഇവിടെ ശ്രദ്ധിക്കാൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടിന്റെ ഇടയിലും ആരോടും ഒരു പരാതിയും പറയാതെ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി നല്ല അന്തസ്സോടെ നല്ല രുചിയോടെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് പലഹാരങ്ങൾ? പലഹാരം ഉണ്ടംപൊരി ഉണ്ട്, ഉണ്ടംപൊരി ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട്, കലത്തപ്പം, നെയ് കലത്തപ്പം ഉണ്ട്, വെജിറ്റേറിയൻ സമൂസ ഉണ്ട്, മുട്ടയപ്പം ഉണ്ട്, ഇത് പഴംപൊരി പൊരിച്ചത്. പിന്നെ ചായ ഉണ്ട്, ചപ്പച്ചായ, മധുരം ഇല്ലാത്ത ചായ ഉണ്ട്, മധുരം ഉള്ള ചായ ഉണ്ട്. അപ്പൊ എനിക്കൊരു മധുരമുള്ള ചായ എടുക്കും. ഓക്കെ. അപ്പൊ നല്ല ഏത്തപ്പഴം നെയ്യിൽ പൊരിക്കുന്ന ഒരു സാധനമാണ് ഉണ്ടംപൊരി. അടിപൊളിയാണ് കേട്ടോ. എന്താണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങാനുള്ള കാര്യം? എന്താ? ഞങ്ങളൊരു കുടുംബശ്രീ ആയിട്ട് തുടങ്ങാൻ ഞാൻ പിന്നെ എന്റെ ഒരു മകന്റെ ഒരു ആവശ്യം ഇതാണ്. അവന്റെ പേരിലാണ് എല്ലാം തുടങ്ങിയിരുന്നത്. ഷാനു പിക്കിൾസ്, ഷാനു ടീ സ്റ്റാൾ. ഇതിന്റെ പേര് ഷാനു ടീ സ്റ്റാൾ. ഒരു സ്റ്റാള് വെക്കണമെന്നുണ്ട്. പിന്നെ അതിനൊരു ആവശ്യമുള്ള ജനറേറ്റർ ഇങ്ങനെയെല്ലാം വാങ്ങിച്ചിട്ട് രാത്രിയോളം വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ആളുകൾ തിന്നിട്ട് നല്ല തൃപ്തിയോടെ പറയണം. ഭക്ഷണം നല്ല അടിപൊളി. മാഷല്ല ഇത്രയേ ഉള്ളൂ. ഉത്തയുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ. വാടക വീട്ടിലാണ് താമസം, ക്വാർട്ടേഴ്സിലാണ്. അതൊന്നും വിഷയമല്ല, അതൊക്കെ വിഷയമല്ല. പക്ഷെ ഇത് ഈ റോഡ് സൈഡിൽ നിന്നുള്ള ഒരു കച്ചവടം മാറ്റി ഒരു ചെറിയ റൂമില് ഒരു കട്ടുകട പോലെ ജനറേറ്റർ, ഒരു ചായന്റെ കിറ്റലും ചായയുടെ കെറ്റിലും ഒക്കെ ആയിട്ട് ഒരു കച്ചവടം രാത്രി വരെ കൊണ്ടുപോകണം ആഗ്രഹമുണ്ട്. കാരണം ഈ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഒരാള് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടാണ്. ഒരു കൈത്താങ് അധ്വാനിച്ച് ജീവിക്കുന്ന, തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം അംഗം.